1980കളുടെ ഒടുവിൽ ബാബരി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ച LK അദ്വാനി രഥയാത്ര നടത്തുന്നതിനിടെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഗുലാം അഹമ്മദ് ബനാത്തുവാല സാഹിബിന്റെ ഇടപെടലിനെ തുടർന്നാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം അഥവാ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബാബരി മസ്ജിദ് ഒഴികെയുള്ള ഏത് ആരാധനാലയത്തിന്റെയും ഉടമകൾ ആരാണോ അവരിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നതായിരുന്നു ആ നിയമം. ഇത് നിലനിൽക്കെ സംബൽ, ഗ്യാൻവാപി, ഈദ്ഗാഹ് മസ്ജിദ്, ഷംസി മസ്ജിദ് അങ്ങനെ ഓരോ പുതിയ പുതിയ പള്ളികൾക്ക് മേൽ ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ കൂടുതൽ അരക്ഷിതത്വം ആക്കും എന്നതിൽ സംശയമില്ല. ഇതിന്റെ ഫലം രാഷ്ട്രീയ ധ്രുവീകരണത്തിലൂടെ BJP കൂടുതൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുകയും ചെയ്യും. കേവലം 2 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് പിന്നീട് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണമായത് ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുള്ള വർഗീയ പ്രചാരണമായിരുന്നുവെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് വന്ന നിയമം ഇപ്പോൾ BJP സർക്കാരിന്റെ കാലത്ത് നോക്കുകുത്തിയാകുമ്പോൾ കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അവർ സമാജ്വാദി പാർട്ടിയെയും കൂട്ടി ആരാധനാലയ നിയമം സംരക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ കോൺഗ്രസും SP-യും കക്ഷി ചേരുകയാകും ചെയ്യുക. കുറ്റമറ്റ ആരാധനാലയ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് 2 കക്ഷികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നുവെന്ന് പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് രാമക്ഷേത്രം ഉയർന്നതിന് പിന്നാലെ മറ്റ് ആരാധനാലയങ്ങൾക്ക് മേൽ ഓരോന്നായി അവകാശവാദം ഉന്നയിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കെ ഇന്ത്യ മുന്നണി സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിക്കാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ മുന്നണിയിലെ ശിവസേനയുടെ താല്പര്യമില്ലായ്മ കാരണമാണ് ഇപ്പോൾ കോൺഗ്രസും SP-യും സ്വന്തം നിലക്ക് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആരാധനാലയങ്ങളുടെ ഘടന മാറ്റുന്നത് തടയുന്ന 1991 ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച ഒരു കൂട്ടം ഹർജികൾ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്നയുടെ ബെഞ്ച് മുമ്പാകെയുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, ഗ്യാൻവാപി പള്ളി പരിപാലിക്കുന്ന അഞ്ചുമൻ ഇന്തിസാമിയ കമ്മിറ്റി, ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് കമ്മിറ്റി, NCP ശരത് പവാർ വിഭാഗം MLA ജിതേന്ദ്ര അവധ്, RJD MP മനോജ് ഷാ, DMK തമിഴ്നാട്ടിൽ നിന്നുള്ള MP തോൽ തിരുമാവളവൻ, മജ്ലിസെ ഇത്തുഹാദുൽ മുസ്ലിമീൻ നേതാവ് അസദുദ്ദീൻ ഉവൈസി തുടങ്ങിയവർ ഇതിനകം കേസിൽ കക്ഷികളാണ്. ഇതിലേക്കാണ് പുതിയ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ 2 പ്രധാന പാർട്ടികൾ കൂടി വരുന്നത്. ഹർജിയുടെ പശ്ചാത്തലത്തിൽ ആരാധനാലയ തർക്കത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് കീഴ്ക്കോടതികളെ സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. കേസ് അടുത്ത മാസം 17-നാണ് ഇനി വാദം കേൾക്കുക. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുടെ നീണ്ട നിരയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കൂടാതെ SP കൂടി വരുന്നതോടെ അഭിഷേക് മനു സിംഗ്വി, കപിൽ സിബൽ, വിവേക് തങ്ക, സൽമാൻ ഖുർഷിദ് തുടങ്ങിയ കരുത്തരെ രംഗത്തിറക്കാനും കഴിയും. ഇത് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാക്കാൻ വഴിയൊരുക്കും എന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ.